ശശി തരൂർ ബി.ജെ.പിയിലേക്ക് എന്ന രീതിയിൽ നൂറുകണക്കിന് വാർത്തകൾ കഴിഞ്ഞ 2 മാസമായി നമ്മൾ നൽകി കഴിഞ്ഞു. തരൂർ ബി.ജെ.പിയിലേക്ക് പോകുമെന്ന കാര്യത്തിൽ മാത്രം ആർക്കും സംശയമില്ല എന്നാണ്. ആ തീരുമാനം തരൂർ പ്രഖ്യാപിക്കുക എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. നിലവിൽ കോൺഗ്രസിന്റെ തലസ്ഥാനത്ത് നിന്നുമുള്ള MP ആണ് ശശി തരൂർ. ഇത് അവസാന അംഗമാണെന്നും ഇനിയും MP ആകാൻ താനില്ല എന്നും തരൂർ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അറിയിച്ചതുമാണ്. ഇനി 4 വർഷം കൂടി തരൂറിന് കാലാവധി ഉണ്ട് താനും. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിൽ തന്നെ കടിച്ചു തൂങ്ങി നിന്നുകൊണ്ട് തന്റെ വിലപ്പെട്ട 4 വർഷം കളയാമെന്ന് അല്ലാതെ മറ്റൊരു ഗുണവുമില്ല എന്ന് തരൂർ മനസ്സിലാക്കുന്നുണ്ട്. ചില ഡീലുകളിൽ വ്യക്തത വരുന്ന നിമിഷം തന്നെ തരൂർ രാജിവെച്ച ബി.ജെ.പിക്കൊപ്പം പോകുമെന്നും നമുക്ക് ഉറപ്പിക്കാം. എന്താണ് ആ ഡീൽ എന്നാണ് അറിയാനുള്ളത്. രാജ്യസഭ വഴി MP സ്ഥാനമാണ് തരൂർ ലക്ഷ്യം വെക്കുന്നത്. 2026 ഏപ്രിൽ മാസത്തിൽ മഹാരാഷ്ട്രയിൽ ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റുകളിൽ ഒന്നിൽ നിന്നും തരൂറിനെ പാർലമെന്റിൽ എത്തിക്കാൻ ബി.ജെ.പി ലക്ഷ്യം വെക്കുന്നുമുണ്ട്. ഇതിനു മുൻപ് MP സ്ഥാനം രാജിവെക്കേണ്ടതുണ്ട്. മാത്രമല്ല, തലസ്ഥാനത്ത് നിന്നും താൻ രാജിവെച്ച ഒഴിവിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കേണ്ട ബാധ്യതയും തരൂറിന് മുന്നിലുണ്ട്. തലസ്ഥാനത്തെ പാർലമെന്റ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി.ജെ.പിക്ക് വേണ്ടി സംസ്ഥാന ബി.ജെ.പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കും. രാജീവിനെ വിജയിപ്പിച്ച ലോക്സഭയിൽ എത്തിച്ചാൽ പിന്നെ കാര്യങ്ങൾ ശശി തരൂരിന്റെ വരുതിക്ക് വരും. എന്നാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നും തരൂർ നല്ല പോലെ അറിയാം. ഇനി ബി.ജെ.പി തോൽക്കുന്ന പക്ഷം തന്റെ ഭാഗം സുരക്ഷിതമാക്കുവാനുള്ള ഡീലാണ് തരൂർ ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തരൂർ രാജിവെക്കുന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായ അവസ്ഥയിൽ തലസ്ഥാനം പിടിക്കാൻ കെ മുരളീധരനെ രംഗത്തിറക്കണമെന്ന ആവശ്യവും കോൺഗ്രസ് സൈബർ ഇടങ്ങളിൽ ശക്തമാണ്. വടകര പോലെ സുരക്ഷിതമായ മണ്ഡലത്തിൽ നിന്നും തൃശൂരിലേക്ക് എത്തി പാർട്ടിക്ക് വേണ്ടി ചാവേറായ വ്യക്തിയാണ് മുരളീധരൻ. അതുകൊണ്ട് തലസ്ഥാനത്ത് നിന്ന് മുരളിയെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കേണ്ടതിന്റെ ആവശ്യം കോൺഗ്രസിനുണ്ടെന്നും പാർട്ടി വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 10 മാസമാണ് അവശേഷിക്കുന്നത്. തരൂർ രാജിവെക്കുകയാണെങ്കിൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ തലസ്ഥാനത്ത് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് കൂടി നടക്കും. ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നത് കൊണ്ടും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ നേടിയ മിന്നും വിജയവും കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കെ മുരളീധരനെ പോലെ ഒരു നേതാവിനെ ഇറക്കിയാൽ ബി.ജെ.പിയുടെ വെല്ലുവിളികളെ അനായാസം മറികടക്കുവാൻ സാധിക്കുമെന്നും പ്രവർത്തകർ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. കോൺഗ്രസിന് വേണ്ടി മനഃപൂർവ്വം തോൽവി ഏറ്റുവാങ്ങിയ വ്യക്തി എന്ന സെന്റിമെന്റ്സ് മുരളിക്ക് മുതൽക്കൂട്ടായി മാറും. തരൂർ എതിർചേരിയിൽ വരികയാണെങ്കിൽ തോൽപ്പിക്കുക എന്നത് പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കും. ആ പോരാട്ടം നയിക്കുവാൻ കെ മുരളിയേക്കാൾ അനുയോജ്യനായ മറ്റൊരു വ്യക്തി നിലവിൽ കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ല എന്നും അണികൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും ബി.ജെ.പി മുന്നോട്ട് വെച്ച ഓഫറുകൾക്ക് മേൽ ചാടി വീഴണോ അതോ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ കാത്തിരിക്കണമോ എന്ന ആശയക്കുഴപ്പം നിലവിൽ തരൂരിനുണ്ട് താനും. വരും ദിവസങ്ങളിൽ ബി.ജെ.പി പ്രവേശനത്തിൽ വ്യക്തമായ ഉത്തരം ശശി തരൂർ പങ്കുവെക്കും എന്നാണ് വിവരം. അതിനുശേഷം മതി ഇത്തരം ചർച്ചകൾ എന്നാണ് നേതാക്കന്മാർ തന്നെ പറയുന്നത്.